ഇന്ന് സംസാരിക്കുന്നത് പുന്നപ്ര വയലാർ സമരവും PKCയും എന്ന വിഷയത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമരചരിത്രത്തിലെ സമാനതകളില്ലാത്ത നാമമാണ് PKC എന്ന PK ചന്ദ്രാനന്ദൻ. 2009 വയലാർ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ പോകും വഴിയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പോകാമെന്ന് വിചാരിക്കുന്നത്. അന്ന് PKC ഓഫീസിലുണ്ടായിരുന്നു. ഉണർവ് മാഗസിന്റെ പുതിയ ലക്കം അദ്ദേഹത്തിന് നൽകി. പ്രസിദ്ധീകരണത്തിലേക്ക് സഖാവിന്റെ ഒരു സ്റ്റോറി ചെയ്യണമെന്ന ആഗ്രഹം മുമ്പ് പറഞ്ഞിരുന്നു. പിന്നീട് വയലാറിലേക്കുള്ള യാത്ര ഒന്നിച്ചായിരുന്നു. യാത്രയിലുടനീളം അദ്ദേഹം ഏറെ സംസാരിച്ചു. എല്ലാം സമരചരിത്രമായിരുന്നു. ഹ്രസ്വമായ സംസാരം കൊണ്ട് മാത്രം പകർത്തിയെടുക്കാൻ കഴിയാത്തവ. ഒരു മനുഷ്യജന്മം എത്രമാത്രം സംഭവബഹുലമാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു PKC. കേരളത്തിന്റെ പോരാട്ട ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പുന്നപ്ര വയലാർ സമരം. പ്രസ്തുത സമരത്തിൽ പോലീസുമായി നേർക്ക് നേരെയുള്ള ഏറ്റുമുട്ടൽ. വളണ്ടിയർമാരുടെ സംഘത്തെ നയിച്ചിരുന്നവരിൽ പ്രധാനി PKC ആയിരുന്നു. ആലപ്പുഴ ജില്ലയിലെ 2 ഗ്രാമങ്ങളാണ് പുന്നപ്രയും വയലാറും. ഭൂപ്രഭുക്കൾ നടത്തിയിരുന്ന ഭീകരമായ അടിച്ചമർത്തലുകൾക്കെതിരെ കൃഷിക്കാരും കർഷക തൊഴിലാളികളും നടത്തിയതും, കർഷക തൊഴിലാളികൾ തൊഴിൽ ഉടമകൾക്കെതിരെയും തിരുവിതാംകൂർ ദിവാന്റെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെയും ഒപ്പം ഉത്തരവാദിത്ത ഭരണത്തിനു വേണ്ടിയും നടത്തിയ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായിരുന്നു പുന്നപ്രയിലെയും വയലാറിലെയും സമരം. 1946 ഒക്ടോബറിലാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. 1938 തിരുവിതാംകൂറിൽ നടന്ന ആദ്യത്തെ രാഷ്ട്രീയ പൊതുപണിമുടക്കിന്റെ പ്രഭവ കേന്ദ്രങ്ങളായിരുന്നു ആലപ്പുഴ ജില്ലയും പുന്നപ്രയും വയലാറും അടങ്ങുന്ന 2 ഗ്രാമങ്ങളും. രാജാവിന്റെയും ദിവാന്റെയും സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരായ പ്രധാന സമരത്തിന്റെ കേന്ദ്രങ്ങളായി 1946 വീണ്ടും ആലപ്പുഴ പ്രാധാന്യം നേടി. സായുധ സേനയും സ്വയം തയ്യാറാക്കിയ വാരിക്കുന്തങ്ങളല്ലാതെ മറ്റൊരായുധവുമില്ലാത്ത ഉശിരൻ തൊഴിലാളികളും തമ്മിൽ നടന്ന രൂക്ഷമായ പോരാട്ടത്തിന്റെ വേദികൾ ആയിരുന്നതിനാലാണ് ഈ 2 ഗ്രാമങ്ങൾ പ്രത്യേക ശ്രദ്ധയാകർഷിച്ചത്. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് തൊഴിലില്ലായ്മയും പട്ടിണിയും അതിരൂക്ഷമായി. ഭക്ഷണ സാധനങ്ങളും അരിയും തുണിയും പഞ്ചസാരയും മണ്ണെണ്ണയും മറ്റുമെല്ലാം കിട്ടാതെയായി. അവയെല്ലാം കരിഞ്ചന്തയിൽ മാത്രമേ കിട്ടൂ എന്ന സ്ഥിതിയുമായി. ഈ പ്രദേശത്തെ കുടിയാന്മാരെയും കർഷക തൊഴിലാളികളെയും ഭൂപ്രഭുക്കൾ പലപ്പോഴും തല്ലിച്ചതയ്ക്കുക പതിവായിരുന്നു. അവരെ അതികഠിനമായി ഉപദ്രവിച്ചിരുന്നു. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു. അവരുടെ പാർപ്പിടങ്ങൾ അഗ്നിക്ക് ഇരയാക്കിയിരുന്നു. അടിമകളെ പോലെയാണ് ഭൂപ്രഭുക്കൾ അവരോട് പെരുമാറിയത്. ഭൂപ്രഭുവിന്റെ കാമപൂർത്തിക്ക് വഴിപ്പെടാൻ തയ്യാറാകാത്ത ഒരു കർഷക തൊഴിലാളി യുവതിയെ പിടികൂടി കയറുകൊണ്ട് ബന്ധിച്ച് അവളുടെ കുടിലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത ശേഷം അവളെ ഒരു കുഴിയിലാക്കി കഴുത്തിനൊപ്പം മണ്ണിട്ട് മൂടുകയും ചെയ്തു. ആ പ്രദേശത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് തൊഴിലാളികളും കർഷക തൊഴിലാളികളും കുടിയാന്മാരും കയർ വർക്കേഴ്സ് യൂണിയന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിന് കീഴിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിൽ സ്വയം സംഘടിതരാകാൻ തുടങ്ങി. മറ്റ് ഇതര തൊഴിലാളികളും സംഘടിതരായിരുന്നു. 1944-45 തന്നെ ചേർത്തല താലൂക്ക് ഉടനീളം കർഷക തൊഴിലാളികൾ വാർഡ് കമ്മിറ്റികൾക്ക് രൂപം കൊടുത്ത് കഴിഞ്ഞിരുന്നു.
തിരുവിതാംകൂർ ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ ദിവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ വിസമ്മതിച്ചുവെന്നത് മാത്രമല്ല, തിരുവിതാംകൂർ പ്രവിശ്യയെ ഇന്ത്യ രാജ്യത്തിൽ നിന്നും വേർപെടുത്താനുള്ള നീക്കവും അവർ തുടങ്ങി. നിലവിൽ വരാൻ പോകുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ തിരുവിതാംകൂർ ചേരില്ലെന്നും അതൊരു സ്വതന്ത്ര രാജ്യമായി തുടരുമെന്നും ദിവാൻ പ്രഖ്യാപിച്ചു. ഉത്തരവാദ ഗവൺമെന്റിനായുള്ള സമരം സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരായ സമരവുമായി ലയിച്ചു ചേർന്നു. തിരുവിതാംകൂർ ഭരണാധികാരികളും ജനാധിപത്യ പ്രതിപക്ഷ ശക്തികളും തമ്മിലുള്ള മറ്റൊരു തർക്കം അമേരിക്കൻ മോഡൽ എന്ന് വിളിക്കപ്പെടുന്നതിനെ കുറിച്ച് ഉള്ളതായിരുന്നു. താൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റായിട്ടുള്ള അമേരിക്കൻ മോഡലിനെ പിന്താങ്ങുന്നുവെന്നാണ് ദിവാൻ പറഞ്ഞത്. ദിവാന്റെ ഈ നിർദ്ദേശത്തിന് പുന്നപ്പറയിലെയും വയലാറിലെയും ഉശിരൻ തൊഴിലാളി വർഗത്തിൽ നിന്നും ശക്തമായ എതിർപ്പ് നേരിടേണ്ടതായി വന്നു. ആലപ്പുഴയിലെ ഉശിരൻ തൊഴിലാളി വർഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി. 1945 ജൂലൈ ആഗസ്റ്റ് മാസക്കാലത്ത് ആലപ്പുഴയിലെയും ചേർത്തലയിലെയും മുഹമ്മയിലെയും തൊഴിലാളികൾ അവശ്യ സാധനങ്ങൾ ന്യായവിലയ്ക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തു. തുടക്കത്തിൽ തിരുവിതാംകൂർ ഗവൺമെന്റ് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനത്തിന് രൂപം നൽകാമെന്ന് സമ്മതിച്ചു. എന്നാൽ തൊഴിലില്ലായ്മയ്ക്കും പട്ടിണിക്കുമെതിരെ തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിച്ചതോടെ ഗവൺമെന്റ് ഈ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ നിശ്ചയിച്ചു. പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെട്ടു. പോലീസിനെ അവരുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ കയറൂരി വിട്ടു. സംസ്ഥാനത്തെ പട്ടാളവും റിസർവ് പോലീസും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും പുനലൂരും മറ്റിടങ്ങളിലും തയ്യാറായി നിന്നു. പ്രകടനങ്ങളും പണിമുടക്കുമെല്ലാം നിരോധിക്കപ്പെട്ടു. പോലീസ് ഭീകരതയെക്കുറിച്ചും നിഷ്ഠൂരതകളെക്കുറിച്ചും ഒരു റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കരുത് എന്ന് പത്രങ്ങൾക്ക് ഉത്തരവും നൽകി. പോലീസും ഗുണ്ടകളും സർവത്ര അഴിഞ്ഞാടി. യൂണിയൻ ഓഫീസുകൾ കയ്യേറുകയും ചുട്ടരിക്കുകയും തകർക്കുകയും ചെയ്തു. പ്രക്ഷോഭത്തിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ ഭീകരവാഴ്ച നടപ്പാക്കുന്നതിൽ ഭൂപ്രഭുക്കൾ സജീവമായ പങ്കുവഹിച്ചു. അഖില തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പൊതുപണിമുടക്കിന് ആഹ്വാനം നൽകി. 1946 ഒക്ടോബർ 22 പണിമുടക്ക് ആരംഭിച്ചു. അസംഖ്യം തൊഴിലാളികൾ പ്രകടനം ആരംഭിച്ചു. സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യമുന്നയിച്ച് അവർ പുന്നപ്പറയിലെ പോലീസ് ക്യാമ്പിലേക്ക് മാർച്ച് ചെയ്തു. ക്യാമ്പിന്റെ ചുമതലക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രകടനത്തിന് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. പോലീസ് വെടിയുണ്ടയേറ്റ് നിരവധി പ്രകടനക്കാർ മരിച്ചു വീണു. അതേസമയം ഏറ്റുമുട്ടലിൽ ഓഫീസറും 5 പോലീസുകാരും കൊല്ലപ്പെട്ടു. പുന്നപ്പറയിലെ സംഘടനത്തിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകൾ പട്ടാളത്തിന് കൈമാറി. ഗ്രാമങ്ങളിൽ നരനായാട്ട് പതിവായി. ആളുകളെ പിടികൂടി വെടിവെച്ചു കൊല്ലുകയോ തല്ലിക്കൊല്ലുകയോ പതിവായി. പോലീസ് അതിക്രമങ്ങളെ ചെറുക്കുന്നതിനായി വയലാറിലൊരു ക്യാമ്പ് രൂപപ്പെട്ടു. 1946 ഒക്ടോബർ 27 ക്യാമ്പിലെ അന്തേവാസികൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് പട്ടാളം ക്യാമ്പ് വളയുകയും വെടിവയ്പ് ആരംഭിക്കുകയും ചെയ്തു. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. എന്നിട്ടും ജീവൻ ബാക്കിയായവരെ കൊല്ലുന്നതിന് ബയണറ്റുകൾ പ്രയോഗിച്ചു. പറഞ്ഞറിയിക്കാനാവാത്തത്ര ഭീകരമായ പോലീസ് അതിക്രമങ്ങൾക്ക് ആളുകൾ വിധേയരാക്കപ്പെട്ടു. ഒട്ടനവധി പേർക്ക് തങ്ങളുടെ വീട് വിട്ട് തിരുവിതാംകൂറിന് പുറത്ത് ഒളിസങ്കേതങ്ങൾ തേടേണ്ടതായും വന്നു. ജില്ലയിലുടനീളം നടന്ന സമരങ്ങളിൽ നൂറുകണക്കിന് ഉശിരൻ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. അതിലേറെ പേർക്ക്
പരിക്കേറ്റു. നൂറുകണക്കിന് വീടുകൾ അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു. ആ പ്രദേശം ഒന്നാകെ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ മരുഭൂമി പോലെ ആക്കപ്പെട്ടു. സർവ അധികാരങ്ങളും കൈയടക്കിയിരുന്ന ദിവാൻ ധിക്കാരപൂർവം അവകാശപ്പെട്ടത് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരെ നിശേഷം നാമാവിശേഷം ആക്കിയെന്നാണ്. ഇത്തരം ദുരന്തപൂർണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആലപ്പുഴയിലെയും അയൽപ്രദേശങ്ങളിലെയും ഉശിരൻ തൊഴിലാളി വർഗ പോരാളികൾ പ്രകടമാക്കിയതുപോലെയുള്ള ധീരോദാത്തമായ നടപടികൾക്ക് തിരുവിതാംകൂർ മുമ്പൊരിക്കലും സാക്ഷ്യം വഹിച്ചിട്ടില്ല. സമാനതകളില്ലാത്ത ഈ പോരാട്ടത്തിൽ പ്രാകൃതമായ ആയുധങ്ങളുമേന്തി തൊഴിലാളി വർഗ വോളണ്ടിയർമാർ ആലപ്പുഴ പട്ടണത്തിലും സമീപ ഗ്രാമപ്രദേശങ്ങളിലുമാകെ തിരുവിതാംകൂർ പട്ടാളവുമായും പോലീസുമായും സർക്കാർ പിന്തുണയുള്ള സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുമായും പൊരുതി. തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ മേന്മയും കഴിവുമാണ് ഇതിൽ പ്രകടമായത്. അക്ഷരാർത്ഥത്തിൽ തന്നെ നിരായുധരായി സർക്കാരിന്റെ കടന്നാക്രമണത്തെ നേരിടാൻ അവർ സജ്ജരായിരുന്നു. തൊഴിലാളി വർഗത്തെ പരാജയപ്പെടുത്തിയെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇതോടെ ആകെ മാറി. ഈ പോരാട്ടത്തിൽ നിന്നും ഉയർന്നു വന്ന വയലാർ രക്തം നമ്മുടെ രക്തം എന്ന മുദ്രാവാക്യവും അവരുടെ ത്യാഗങ്ങളും നിഷ്ഫലമായില്ല. ശക്തമായ ചെറുത്തുനിൽപ്പിനായി ധീരോദാത്തവും മനസാന്നിധ്യവും പ്രകടിപ്പിച്ചത് തൊഴിലാളി വർഗം മാത്രമാണെങ്കിലും ക്രമേണ വിപുലമായ ജനവിഭാഗങ്ങൾ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെ നിലപാടെടുത്തു. ആലപ്പുഴയിലെ സംഘടിത തൊഴിലാളി വർഗത്തിനും അതിന് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തിരുവിതാംകൂറിലെയും ഇന്ത്യയിലെ ഉടനീളവുമുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ആകെയും അനുഭാവവും പിന്തുണയും ലഭിക്കുകയുണ്ടായി. തിരുവിതാംകൂറിൽ ജനങ്ങൾ ഒന്നടങ്കം ദിവാൻ വാഴ്ചയ്ക്ക് എതിരായിരുന്നു. ഉന്നത ജാതികളിലെ ചെറിയൊരു ന്യൂനപക്ഷ വിഭാഗം ഒഴികെ. ഇതിൽ മഹാഭൂരിപക്ഷം വരുന്ന അവർണ ഹിന്ദുക്കളും ഗണ്യമായ ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികളും ചെറിയൊരു ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ഈ സമരം സ്വാതന്ത്ര്യം കൈവരിച്ച ശേഷം ഇന്ത്യയെ ഒന്നിച്ചു നിർത്തുന്നതിന് ഇന്ത്യൻ ജനത അഴിച്ചുവിട്ട സമരത്തിന്റെ ഭാഗമായി ഈ സമരം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് കലാപത്തെ ഉന്മൂലനം ചെയ്യുകയാണ് തന്റെ ലക്ഷ്യമെന്ന് കരുതി നടപടിയെടുത്ത ദിവാൻ CP രാമസ്വാമിക്ക് അപമാനിതനായി ഈ നാടുവിടേണ്ടതായി വന്നു. ദിവാൻ നാടുവിട്ടോടിയതിനെ തുടർന്ന് ജനങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് രാജാവ് പ്രഖ്യാപനം നടത്തി. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ അംഗങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. തിരുവിതാംകൂറിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന ഉശിരൻ ചെറുത്തുനിൽപ്പ് ഒറ്റപ്പെട്ട സംഭവവാസം ആയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ പലതരത്തിലും തീവ്രതയിലും ആഞ്ഞുവീശിയ ജനകീയ സമരങ്ങളുടെ വേലിയേറ്റത്തിന്റെ ഭാഗമായിരുന്നു. അവയിൽ പ്രമുഖമായത് മലബാറിലെ കരിവെള്ളൂരിലെയും കാവുമ്പായിലെയും തില്ലങ്കേരിയിലെയും കർഷക സമരങ്ങളായിരുന്നു. പല പ്രദേശങ്ങളിലും ക്ഷാമവും പട്ടിണിയും നടമാടി. അരി കൈവശമുണ്ടാവുക എന്നാൽ സ്വർണം കൈവശമുണ്ടായിരിക്കുന്നതിലും പ്രിയപ്പെട്ടതായിരുന്നു. കരിവെള്ളൂരിൽ ഭൂപ്രഭുക്കളുടെ പത്തായങ്ങൾ നെല്ലുകൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുമ്പോൾ ദരിദ്ര കർഷകരും കർഷക തൊഴിലാളികളും കൊടും പട്ടിണിയിലായിരുന്നു. ഭൂപ്രഭുക്കൾ പൂഴ്ത്തിവെച്ചിരിക്കുന്ന ധാന്യം പോലീസിന്റെയും സർക്കാർ സംവിധാനത്തിന്റെയും പൂർണ്ണമായ ഒത്താശയോടെ കരിഞ്ചന്തയിൽ എത്തിയിരുന്നു. മലബാർ മേഖലയിൽ ഭരണം നടത്തിയിരുന്ന കൊളോണിയൽ ഭരണാധികാരികൾ കരിഞ്ചന്തയ്ക്കെതിരെ ശബ്ദമുയർത്തിയവരെ അടിച്ചമർത്താൻ മലബാർ സ്പെഷ്യൽ പോലീസിനെ കയറൂരി വിട്ടു. നെല്ല് കരിവെള്ളൂരിൽ നിന്നും കൊണ്ടുപോകരുതെന്ന ജനങ്ങളുടെ അഭ്യർത്ഥന ഭൂപ്രഭുക്കളുടെ ബദിരകർണങ്ങളിലാണ് പതിച്ചത്. ഭൂപ്രഭുക്കളുടെ സിൽബന്ദികൾ നെല്ല് ശേഖരിക്കുന്നത്
ജനങ്ങൾ ചെറുത്തപ്പോൾ 1946 ഡിസംബർ 20 പോലീസ് ജനങ്ങളെ വെടിവെച്ചു. ഈ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ പാർട്ടി നേതാക്കൾ പോലീസ് വെടിയേറ്റ് മരിച്ചു വീണു. നൂറുകണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർക്ക് മേൽ വിവിധ കുറ്റാരോപണങ്ങളും ചുമത്തപ്പെട്ടു. ചെറുത്തുനിൽപ്പിന്റെ ദീർഘകാല പാരമ്പര്യമുള്ള മലബാറിലെ മറ്റൊരു ഗ്രാമമായ കാവുമ്പായിൽ ഭൂപ്രഭുക്കൾ ധാന്യങ്ങൾ പൂഴ്ത്തിവെച്ച ഗോഡൌണുകളിൽ മിന്നൽ പരിശോധന നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. ഈ നടപടികളെ ചെറുക്കാൻ പോലീസിന്റെ പിന്തുണയോടെ ഭൂപ്രഭുക്കൾ ശ്രമിച്ചു. ഈ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് നിരവധി സഹാക്കളാണ് രക്തസാക്ഷികളായത്. അതേസമയം നൂറുകണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തു. മലബാറിലെ ഈ കർഷക സമരങ്ങളിൽ പങ്കെടുത്ത നിരവധി നേതാക്കൾ സേലം ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അവിടെ അവർ ജയിലിനുള്ളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ഭരണത്തിലെ പോലീസ് ആ കമ്മ്യൂണിസ്റ്റ് തടവുകാരെ വെടിവെച്ചു. വെടിവയ്പിൽ 22 സഹാക്കൾ രക്തസാക്ഷികളായി. പുന്നപ്പുറയിലും വയലാറിലും മരിച്ചു വീണ നൂറുകണക്കിന് രക്തസാക്ഷികളുടെയും ഒട്ടേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച മറ്റ് ആയിരക്കണക്കിന് ആളുകളുടെയും ത്യാഗങ്ങൾ നിഷ്ഫലമായില്ല. ഈ സമരം പുതിയൊരു പ്രക്രിയയുടെ തുടക്കമായിരുന്നു. ഇതിന്റെ ഫലമായി തിരുവിതാംകൂർ, കൊച്ചി എന്നീ 2 നാട്ടുരാജ്യങ്ങൾ ആദ്യം ലയിച്ച് തിരുവിതാംകൂർ, കൊച്ചി എന്നറിയപ്പെടുന്ന സംസ്ഥാനവും 7 വർഷത്തിന് ശേഷം അവ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന മദ്രാസ് പ്രസിഡൻസിയിലെ മലബാർ ജില്ലയുമായി ലയിച്ച് പുതിയൊരു സംസ്ഥാനവുമായി മാറി. ഐക്യ കേരളം എന്ന ഭാഷാ സംസ്ഥാനമായി തീർന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ സമരചരിത്രത്തിലെ സമാനതകളില്ലാത്ത നാമമാണ് യഥാർത്ഥത്തിൽ നേതൃത്വപരമായ പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം കൊടുത്ത PKC എന്ന PK ചന്ദ്രാനന്ദന് ഉള്ളത്. കേരളത്തിന്റെ ഈ പോരാട്ട ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നല്ലോ പുന്നപ്ര വയലാർ സമരം. പ്രസ്തുത സമരത്തിൽ പോലീസുമായി നേർക്കുനേരെയുള്ള ഏറ്റുമുട്ടലിൽ വാളണ്ടിയർമാരുടെ സംഘത്തെ നയിച്ചിരുന്നവരിൽ പ്രധാനിയായിരുന്നു സഖാവ് PKC. 1941 PKC കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. 1954 അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായി. CPIMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. പാർട്ടിക്കകത്തെ ഇടതു വലത് വ്യതിയാനങ്ങൾക്കെതിരെ നിരന്തരമായ പോരാട്ടം നടത്തിയ PKC ഏറെ ശ്രദ്ധേയനായിരുന്നു അക്കാര്യത്തിൽ. വർഗ കാഴ്ചപ്പാടിലൂടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ സംഭാവനയാണ് ആ സഖാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആശയപരവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങളിൽ ഒരു വിധത്തിലുള്ള ചാഞ്ചല്യവും ബാധിക്കാത്ത ഉത്തമനായ മാർക്സിസ്റ്റ് ലെനിസ്റ്റായിരുന്നു ജീവിതാന്ത്യം വരെയും PKC. അതുകൊണ്ട് അടിമുടി കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗം എന്തുകൊണ്ടും യോജിക്കുന്ന സഖാവായിരുന്നു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മൂർത്തിമദ്ഭാവമായിരുന്നു PKC. പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് 12 വർഷത്തോളം അദ്ദേഹം ഒളിവ് ജീവിതം നയിച്ചു. 1964 ചൈനീസ് ചാരനായിട്ട് മുദ്രകുത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് 1.5 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ നീണ്ട ഒളിവ് ജീവിതവും ജയിൽവാസവും എല്ലാം PKCയിലെ കമ്മ്യൂണിസ്റ്റിനെ കൂടുതൽ കരുത്തനാക്കിയതേയുള്ളൂ. പുന്നപ്ര വയലാർ സമരത്തിന് ശേഷം കോഴിക്കോട്ടെത്തിയ PKC പിന്നീട് പാർട്ടി നിർദ്ദേശപ്രകാരം തിരുവല്ല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭാസ്കരൻ നായർ എന്ന പേരിലായിരുന്നു അവിടുത്തെ ഒളിവുകാല ജീവിതം. ഈ കാലഘട്ടത്തിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയല്ല,
അദ്ദേഹം ചെയ്തത് സജീവമാകുകയായിരുന്നു. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷമാണ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് ചന്ദ്രാനന്ദൻ എന്ന പേരിൽ പൊതുപ്രവർത്തനം നടത്തുന്നത്. വർഗവിഘടന സംഘടനകൾ വളർത്തിയെടുക്കുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു PKCയുടേത്. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പ്രവർത്തകരുമായി ഉയർന്നു വന്ന നിരവധി പേരെ പാർട്ടിയിൽ അണിനിരത്തുന്നതിൽ PKC വഹിച്ച പങ്ക് നിസ്സാരമല്ല. പാർട്ടി പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളുമായി വലിയ അടുപ്പവും വാത്സല്യവും PKCക്കുണ്ടായിരുന്നു. പാർട്ടിക്കായി നീക്കിവെച്ച സഖാവിന്റെ ജീവിതം അനുഭവങ്ങളുടെ അക്ഷയഖനിയാണ്. പുതുതലമുറയ്ക്കാകട്ടെ ഏറെ പഠിക്കാനുള്ള ചരിത്ര പുസ്തകവും. കേരളത്തിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും പോലെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെയാണ് PKC കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ എത്തുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വന്നു. P. കൃഷ്ണപിള്ള അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എത്തിച്ചേരുന്നത്. 1946 ഒക്ടോബർ 24 പുന്നപ്ര പോലീസ് ക്യാമ്പ് ലക്ഷ്യമാക്കി നടന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകിയതും PKC ആയിരുന്നു. 22ാം വയസ്സിൽ വാരിക്കുണ്ടമേന്തി ദിവാന്റെ സേനയ്ക്കെതിരെയുള്ള ധീരോദാത്തമായ പോരാട്ടം സഖാവ് ഏറ്റെടുത്തു. പോലീസ് കാഞ്ചി വലിച്ചത് അല്പം വൈകിയതുകൊണ്ട് മാത്രം PKCയുടെ ജീവൻ അവശേഷിച്ചു. ഇടതടവില്ലാത്ത പോരാട്ടത്തിന്റെ ജീവിതമായിരുന്നു തുടർന്നും നയിക്കേണ്ടി വന്നത്. പോരാട്ടങ്ങളുടെ നിരവധി വഴികളിലൂടെ സഖാവ് സഞ്ചരിച്ചു. അക്കാലത്ത് ആർജിച്ച ജീവിതശൈലിയുടെ സ്വാധീനം അന്ത്യം വരെ സഖാവ് കാത്തുസൂക്ഷിച്ചു. പൊതുപ്രവർത്തനത്തിലെ വിശുദ്ധിക്ക് മാതൃകയായി അദ്ദേഹം വഹിച്ച ഓരോ സ്ഥാനവും മാറി. അമ്പലപ്പുഴയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നിയമസഭയിലെത്തി. നല്ല പാർലമെന്റേറിയൻ ആയിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിനും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനും PKC മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു. ദേശാഭിമാനിയുടെ പ്രചാരം വർദ്ധിപ്പിക്കാനും കൂടുതൽ പതിപ്പുകൾ ആരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗഭാക്കായും അദ്ദേഹം പ്രവർത്തിച്ചു. 1989 ദേശാഭിമാനി തിരുവനന്തപുരം യൂണിറ്റ് ആരംഭിച്ചപ്പോൾ വർഷങ്ങളോളം അതിന്റെ സാരഥിയായും പ്രവർത്തിച്ചു. ഇടതടവില്ലാത്ത പ്രവർത്തനമായിരുന്നു ഇക്കാലത്ത് സംഘടിപ്പിക്കപ്പെട്ടത്. രാവിലെ ആരംഭിക്കുന്ന പത്രത്തിന്റെ ജോലി തൊട്ട് അവസാന എഡിഷൻ അടിച്ചു വരുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ജാഗ്രതയോടെ നേതൃത്വം നൽകാൻ PKC ഉണ്ടായിരുന്നു. ചിന്ത പബ്ലിഷേഴ്സിന്റെയും അമരക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായും പ്രസിഡന്റായും അദ്ദേഹത്തിന് പ്രവർത്തനമുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നേടിയെടുത്ത ആദരവിന്റെയും സ്നേഹത്തിന്റെയും പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റോഡ് തന്നെ ഉണ്ടായി എന്നത്. എത്തിപ്പെടുന്ന മേഖലകളിലെല്ലാം വർഗ താല്പര്യങ്ങൾ ബലികഴിക്കാതെ മുന്നോട്ടു പോയ തീഷ്ണ സമര ചരിത്രത്തിന്റെ സൂര്യ തേജസ്സായിരുന്നു PKC എന്ന് നിസ്സംശയം പറയാം. പുതുതലമുറയ്ക്ക് ഏറെ പഠിക്കാനുള്ള പാഠപുസ്തകമാണ് PKC എന്ന PK ചന്ദ്രാനന്ദൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.